ഗായ്സ്. അപ്പോൾ വെക്കേഷനൊക്കെ സ്റ്റാർട്ടായല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിലോട്ട് പോവാണ്. തൃശ്ശൂരാണ് വീട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം വീട്ടിൽ പോവാണ്. ഞാൻ ഇറങ്ങിയപ്പോൾ എടുക്കാൻ വെച്ച് പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇത് അമ്മയുടെ ഫോണാണ് കേട്ടോ. അപ്പം നമ്മൾ കുട്ടമിശ്ശേരിയിൽ ബസ് കയറി ആലുവയിലിറങ്ങി ചാലക്കുടി ബസ് കയറാം. ഗുളികയൊക്കെ കഴിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ അമ്മ പ്ലീസ്. ഞങ്ങൾ പോവാണ് സ്റ്റോപ്പിലെത്തിയിട്ട് വീഡിയോ എടുക്കും. അപ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഞാൻ പവർ ബാങ്ക് ചാർജ് ചെയ്തിട്ടേക്കായിരുന്നു. അമ്മയാണ് എനിക്ക് മേക്കപ്പ് മുടിയൊക്കെ കിട്ടിയത്. ഞാനിപ്പോൾ പട്ടുപാവാടയൊക്കെ ഇടുന്നത്. എല്ലാവരും പുതിയ ഡ്രസ്സാണ് ഇടുന്നത്. ചേച്ചിയൊക്കെ അടിച്ചിട്ട് ഇതവിടെ ഫ്രണ്ടിൽ തെളിയിക്കാണ്. നെബിദിനോട് നാളെ ചിലപ്പോൾ 27-ാം തീയതി വരെ വണ്ടി എടുക്കും. ആലുവയാണത്. അമ്മ അമ്മ ചിരിക്ക്. നമ്മുടെ അമ്മമ്മയുടെ വീട് തൃശ്ശൂരല്ലേ? തൃശ്ശൂരിൻ്റെ അടുത്തല്ലേ? അല്ല, ചാലക്കുടി തൃശ്ശൂരിലല്ലേ? ആ, തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്കാണ് ഗൈസ് ഞാൻ പോണത്. ഐ ആം സോ എക്സൈറ്റഡ്. ഞാൻ താമസിക്കുന്നത് കുട്ടമശ്ശേരിയിലാണ്. കുട്ടമശ്ശേരി, ആനിക്കാട്, ലക്ഷദ്വീപ് ഇത്രയൊക്കെ എനിക്കറിയാൻ പാടുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ നിന്നാണ്. ഞാൻ ഈ നമ്മുടെ കഴിഞ്ഞ വെക്കേഷനില്ലേ, ഞാനിപ്പോൾ 5-ൽ, അപ്പോൾ 4-ാം ക്ലാസ് മൊത്തം കഴിഞ്ഞ 5-ലോട്ട് കയറുന്നതിന് മുമ്പ് ഒരു വലിയ വെക്കേഷൻ ഇല്ലേ, 2 മാസം. ആ വെക്കേഷനാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഞാൻ അതിരപ്പള്ളിക്ക് പോണതും അമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് വന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകണൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായി. ഫുൾ വീഡിയോ ലാസ്റ്റായിട്ട് ഞാൻ അമ്മൂമ്മയായിട്ടുള്ള വീഡിയോ ഇട്ടേക്കുന്നത്. ഷോർട്ട് വീഡിയോ എനിക്കറിയില്ല. പിന്നെ ഫുൾ വീഡിയോ എന്ന് പറഞ്ഞാൽ മറ്റേ അതിരപ്പള്ളി പോയതാണ്. ഇനിയിപ്പോൾ ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റില്ല. നിറയെ വണ്ടിയും നല്ല ഒച്ചയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇനി ഓരോ സ്റ്റോപ്പിൽ നമ്മൾ എടുക്കാട്ടോ. ആലുവ കഴിഞ്ഞ് ബസ്സിൽ കയറി ഇപ്പോൾ പോകണുള്ളൂ. ചാലക്കുടിയിലെത്തി കുറേ നേരം ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, ബസ്സിൽ കയറുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ പറ്റണം. അത് പുളി കഴിച്ചിട്ടുണ്ട്. എനിക്ക് പുളി കഴിച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോ സീറ്റിൽ നിന്ന് എനിക്ക് ഛർദ്ദിക്കാൻ പറ്റും. അങ്ങനെ അങ്കമാലി എത്തി. ഒരു ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അമ്മയുടെ മടി കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. അങ്കമാലി എത്തി. ഛർദ്ദിക്കാൻ പറ്റിയപ്പോഴാണ് ഞാൻ ഉറങ്ങിപ്പോയത്.
കുറച്ച് ബിരിയാണിയൊക്കെ കയറിയതാണ്. ബിരിയാണി ഇപ്പോഴാണ് ഞങ്ങൾക്ക് ചേച്ചീനെ അടുത്ത് കിട്ടുന്നത്. ബിരിയാണി ഞങ്ങൾ മസാല ദോശ കഴിക്കാനേ കയറിയത്. പിന്നെ വന്നപ്പോൾ ബിരിയാണി ആക്കി. ഇപ്പോൾ അമ്മ 1:10-15 ഇങ്ങോട്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ബിരിയാണി വന്നു. തിന്നിട്ട് കാണാം. ഓട്ടോറിക്ഷയിൽ നിന്ന് മാറി കയറി. ഇത്രയും നേരം നമുക്ക് ഇവിടെ ഓട്ടോറിക്ഷ ഉണ്ടായില്ല. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് ഞാനിപ്പോൾ ഇതിൽ പോയിക്കോളാം. അല്ല പോയിക്കോളാനല്ല, ഞങ്ങൾ ഇവിടെ വരെ ആക്കി. ഞങ്ങൾ രണ്ടാമത്തെ കയറി. പിന്നെ ഇവിടെയൊക്കെ അറിയാം. ഞാൻ കാണിച്ചു. കനാലാണ്. അതിൻ്റെ കണ്ട ഞങ്ങളുടെ വീട് എത്തിയില്ല. ഇപ്പത്തും എത്തി. ഞാൻ പറഞ്ഞില്ലേ എത്തിന്ന ഉള്ളിലോട്ടുള്ള വഴിയാണ് ഞങ്ങൾ പോകുന്നു. കൊടകൊഴി ആ കാണുന്നത് ഇതല്ല കേട്ടോ, അതിൻ്റെ അപ്പുറത്തെയാണ് ഞങ്ങളുടെ വീട്. ആ കാണുന്നതാണ് like this. ഓരോന്നിനായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓ അൾട്ര എൻ്റെ കാവിക്കുഞ്ഞേ, അതെ മോനെ. പൂച്ചക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പൂച്ചക്ക് ഞങ്ങൾ ചാലക്കുടി സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് അമ്മയ്ക്ക് ഒരു ഫോൺ കേസ് വാങ്ങിച്ചു ഗൈസ്. നമ്മൾ കവറില്ലാത്ത കാരണം എനിക്കും അമ്മ വാങ്ങിച്ചു തന്നു. ഞാൻ കാണിച്ചു തരാട്ടെ. ഇപ്പം തന്നെ
ഐഫോൺ മാറ്റിട്ട് ഭയങ്കര കുഞ്ഞി ഫോണാണ് എൻ്റെത്. ഓപ്പോ. ആ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഗായ്സ്. സീതാപ്പഴം. ഇതിവിടെ നല്ല മരമുണ്ട്. അമ്മ വേഗം അങ്ങോട്ട് പറിച്ചതായിരുന്നു. നല്ല ഉറുമ്പുണ്ടായി. ഈ ഒരു ഉറുമ്പ് എന്താ ഒരെണ്ണം കഴിച്ചേക്കാം. എക്സൈറ്റ്മെന്റ്. കുറേ നാളായി കഴിച്ചിട്ട്. നെഗമൂരി കളഞ്ഞു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറ്റിയിട്ടല്ലേ കമ്പനിയിലെ പറ്റി. ചോറിനത് തിന്നാണ്. ഇത് ഒന്നുകൂടി ആവണല്ലോടി. ഇതൊന്നുകൂടി ആവണിത് വെളുത്ത പാടുണ്ടല്ലോ. അത് ഫംഗസാണാ. അതൊന്നും ഉണ്ട് നീളത്തിൽ വെളുത്ത പാടുവേ. വേണ്ട ഉള്ളിലേക്കൊക്കെ ശീലപ്പഴം പൊളിച്ച് പോയി. അമ്മക്കും കിട്ടിയില്ലേ? രണ്ടുമൂന്നെണ്ണം കിട്ടി. ഞങ്ങൾക്ക് ദിവസം ശ്രദ്ധിക്കാറില്ലേടി. നോക്കുമ്പോൾ അത് വിണ്ട് താഴെ വീണുണ്ടാവും. ആ കുടം അവിടെ മണ്ണുള്ള തിന്നാമോ? കഴിയിട്ട് തിന്നു. അത് ഇതിന് തുറന്ന് പറഞ്ഞിട്ട് ഈ ഉറുമ്പ് ഇതിൻ്റെ മേളിൽ കയറുന്ന ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. പോന്നു ചീന ഉറുമ്പ് എങ്ങോട്ട് കയറി തന്നെ. ഒച്ച വരുന്നുണ്ടാവോ? രണ്ട് ബ്രെഡും 4 ഐസ്ക്രീമും ഒരു കിലോ അരക്കിലോ കണ്ട് പഴവും വാങ്ങിച്ചിട്ടുണ്ട്. ഐസ്ക്രീം എടുക്കാം, വിതരണം ചെയ്യാം. എന്നാ ചേച്ചി അമ്മമ്മ എനിക്കിപ്പോ എന്തൊക്കെ വേണം? വേണമെങ്കിൽ തിന്നോ? വേണ്ട. വേണ്ട. എനിക്കിത് എനിക്ക് നാളെ 2 പേര് 2 പേരിലല്ല 3 പേര് നേരത്തെ
പോയി പാല് കുടിച്ചൊന്ന് ചായ ഉണ്ടാക്കി 9 മണിയാകുമ്പോൾ നാളത്തേക്ക് കുടിക്കുന്നതൊക്കെ ചോദിച്ചു ഞങ്ങൾ ചോറിനായി നേരത്ത് വന്നിട്ട് ചോറിനായി അതായത് അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു ഞങ്ങൾ ചോറുണ്ടായി പല്ല് വിളിക്കണം വെച്ചോ. അവർക്ക് അല്ലെങ്കിൽ തന്നെ തടിയൊക്കെ പാത്രം കൂടി ഔ അന്തസ് എന്താ അന്തസ് നോക്കിയേ. അമ്മ നമ്മുടെ ദേ പിന്നെ പച്ചത്തുള്ളതിന് പൈസ കിട്ടും. ഇതാണ് റിമോട്ട് പറഞ്ഞതാണ്. ഇതിൻ്റെ മുകളിലത്തെ ഭാഗം എനിക്ക് ഇഷ്ടമില്ല, അതിൻ്റെ അടിയത്തെയാണ് ഇഷ്ടമുള്ളൂ. ഓറാന്തസ് ഡൈനോര ട്രസ്റ്റ് ബിഗൻ സിയ എന്തൊക്കെയാണ് പൊടോ. കടലാസ് പൊട്ടിച്ചാളാ അത് കടലാസന്നെ എനിക്കറിയാം അത് പൊടിച്ചാളാ. എനിക്ക് പൊക്കം എന്റെ പൊന്നിന് എനിക്ക് വേണ്ട, ഞാൻ ബൊമ്പയിലെ കണ്ടോളാം. അയ്യോ അത് മറ്റേ HDMI 1 എവിടെ ഇല്ല നമ്മുടെ ഓരോ റിമോട്ട് കൂടി ഉണ്ടായില്ലേ? പൊട്ടുണ്ടോ? ഉണ്ട്. വെറുതെ ഇരിക്കാനെയാ? പിന്നെ സംഭവം എന്ന് പറയട്ടെ, അമൃത TV-യിൽ ദേ പിന്നെ എന്ന് പറഞ്ഞൊരു 7:30 ഒരു പരിപാടി ഉണ്ട്. അത് കാണാനാണ് അച്ഛനെ കൊതിച്ചിരിക്കണത് കേട്ടോ. ഇവിടെ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നതായിട്ട് അമ്മ വെണ്ടയ്ക്ക കരിയോ ഉണ്ടാവുന്നുണ്ട്. വെണ്ടയ്ക്ക കരിയോ രണ്ട് ചിരിച്ചിരിക്കുന്നൊക്കെ like this. ഇത് കഴിഞ്ഞിട്ടാണ് അമ്മയെ ഇപ്പൊ സമയം എത്രയായി? 22 ആയോളൂ. 30-നാണ്. നിന്റെ തമ്പുരാൻ എന്തിനുള്ള പുറപ്പാടാണ്? രാജ്യദ്രോഹികളെ കനവിലേറ്റാനാണ് തമ്പുരാന്റെ കൽപ്പന. വേണാട്ടിൽ മൊത്തത്തിലൊരു ശുദ്ധീകരണം നടത്തുകയാണ് തമ്പുരാൻ. എല്ലാ അഴുക്കുകളും നീക്കി രാജ്യം വെടിപ്പാക്കും. മക്കളും